നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷാർപ്പൺ അവർ വെപ്പൺസ് ആണ്. എന്ത് വെപ്പൺസ് ആണ് നമ്മളിവിടെ ഷാർപ്പൺ ചെയ്യേണ്ടത്? നിങ്ങളുടെ നോളജ്, അറിവാണ് ഇവിടെ വെപ്പൺ എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം നിങ്ങൾ ഷാർപ്പൺ ചെയ്യുന്നു, എത്രത്തോളം അറിവുകൾ നിങ്ങൾ കൂട്ടിയെടുക്കുന്നുവോ അതാണ് നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലെ നിങ്ങളുടെ വിജയം തീരുമാനിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ മാത്രമല്ല, ഏതൊരു ഫീൽഡിലും നമ്മുടെ മാർക്കറ്റിലുള്ള ഏത് മേഖല എടുത്തു വയ്ക്കാലും അപ്ഗ്രഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സക്സസ്ഫുൾ ആകത്തുള്ളൂ. ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഏത് പ്രൊഫഷൻ, ഈവൻ നമ്മുടെ നാട്ടിലെ ഇലക്ട്രിക് അല്ലെങ്കിൽ പ്ലംബിംഗ് ചെയ്യുന്ന വ്യക്തികളായിക്കോട്ടെ, അവരുടെ മേഖലയിലേക്ക് കടന്നു വരുന്ന പുതിയ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും എല്ലാം അവർ അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്കെല്ലാം ആ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നത്. സെയിം തിങ് ഇവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ കമ്പനിയെക്കുറിച്ചുള്ളത്, നിങ്ങളുടെ പ്ലാനെ കുറിച്ചുള്ളത്, നിങ്ങളുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ളത്, ഇവിടെ ലീഗാലിറ്റിനെ കുറിച്ചുള്ളത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള വ്യക്തമായൊരു നോളജ് നിങ്ങൾക്ക് ഷാർപ്പൺ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഏതൊരു സാധാരണ വ്യക്തിക്കും ഈ മേഖലയിൽ വളരെ എളുപ്പത്തിൽ തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, 1-2 ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ ചെറിയൊരു വർക്ക്ഷോപ്പ് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെല്ലാം മനസ്സിലാക്കി, എനിക്കെല്ലാം കാര്യങ്ങളും അറിയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ജനങ്ങളിലേക്ക് വരികയാണ്. അങ്ങനെ ഏതൊക്കെ വ്യക്തികൾ ഇവിടെ ചിന്തിച്ചിട്ടുണ്ടോ അവരൊന്നും ഈ ബിസിനസ്സിൽ സക്സസ് ആകാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ എത്രത്തോളം പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും പല കമ്പനികളിൽ പല പേരുകളിലാണ് പല പ്രോഗ്രാംസുകളും നടത്തിപ്പെടുന്നത്. അത് BBS ആകാം, NTOP ആകാം, BOP ആകാം, ടീം മീറ്റിംഗ് ആകാം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് ആകാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ പല കമ്പനികളും പല ടീമുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1-2 പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തു എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് വ്യക്തമായി മനസ്സിലാക്കണമെന്നില്ല. ഏതൊരു വ്യക്തിക്കും, ഇവിടെ ഒരു വ്യക്തിക്ക് ഈ ബിസിനസ് മനസ്സിലായി എന്നതിനർത്ഥം ആ വ്യക്തി ഈ ബിസിനസ്സിൽ അച്ചീവർ ആയിട്ടുണ്ടാവും. ഈ ബിസിനസ്സിൽ അച്ചീവർ ആകാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം മനസ്സിലാക്കുക, ആ വ്യക്തിക്ക് ഈ ബിസിനസ് അടുത്ത മൂമെന്റ് വരെ ഈ ഒരു നിമിഷം വരെ ഈ ബിസിനസ് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഈ ഒരു അവസരത്തിൽ ഒരു കഥ ഓർമ്മ വരികയാണ്. ഒരു മുതലാളിയുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരനായ വ്യക്തി ഒരു ജോലിയും അന്വേഷിച്ച് വരികയാണ്. ഈ ചെറുപ്പക്കാരൻ്റെ എൻതൂസിയാസം, എനർജി, അവൻ്റെ ആരോഗ്യം എല്ലാം കണ്ടിട്ട് ആ മുതലാളി അവനൊരു ജോലി കൊടുക്കുകയാണ്. ഒരു മഴു കൊടുത്തിട്ട് പറയാണ്, ആ ഏരിയയിൽ അവരുടെ ആ പറമ്പിലെ ആ ഒരു ഏരിയ കാണിച്ചിട്ട് പറയാണ്, അവിടുത്തെ മരങ്ങളെല്ലാം വെട്ടിമാറ്റുക. ഇതാണ് ആ ഒരു ചെറുപ്പക്കാരന് കൊടുക്കുന്ന ജോലി. മഴ കൊടുത്തു. ആദ്യത്തെ ദിവസം ഈ ചെറുപ്പക്കാരൻ പോയി ഭയങ്കര സ്മാർട്ടോടുകൂടി ഫുൾ എനർജറ്റിക്കലി പോയി 20 മരം വെട്ടിയിട്ട് വന്നു. പിറ്റേ ദിവസം അവൻ പോയി, അവന് 15 മരമേ വെട്ടാൻ സാധിച്ചുള്ളൂ. 3-ാമത്തെ ദിവസം അവന് 10 മരമേ സാധിച്ചുള്ളൂ. ഓരോ ദിവസങ്ങളും വെട്ടുന്ന മരത്തിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു. ഇവൻ തിരിച്ചു വന്നിട്ട് മുതലാളി പറയാണ്, എന്നെക്കൊണ്ട് സാധിക്കില്ല, ഞാൻ അത്ര ഹെൽത്തി അല്ല, എന്നെക്കൊണ്ട് ഈ ജോലി മുന്നോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. വളരെ ചിരിച്ചുകൊണ്ട് ആ മുതലാളി മറുപടി പറയുകയാണ്, നിനക്ക് സംഭവിച്ചു വെച്ചാൽ നീ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്, നീ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ നിന്റെ വെപ്പൺ, നിന്റെ മഴു നീ ഷാർപ്പൺ ചെയ്യാൻ സമയം കണ്ടെത്തുന്നില്ല. അന്നേരം ആ ചെറുപ്പക്കാരൻ്റെ മറുപടി ഇങ്ങനെയാണ്, ഞാൻ കഠിനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു നിമിഷം പോലും സമയം കിട്ടുന്നില്ല അത് ഷാർപ്പൺ ചെയ്യാനായി. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ആത്മാർത്ഥമായി ഞാൻ പണിയെടുക്കുന്നു, എനിക്ക് പക്ഷേ അത് ഷാർപ്പൺ ചെയ്യാനുള്ള ടൈം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അന്നേരം മുതലാളി പറയുന്ന ഏറ്റവും വലിയ പോയിന്റാണ്, നീ എത്രത്തോളം കഷ്ടപ്പെടുന്നു അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നീ നിന്റെ മഴുവിനെ ഷാർപ്പൺ ചെയ്യുന്ന കാര്യത്തിലും. എത്രത്തോളം നിന്റെ മഴുവിനെ നിനക്ക് ഷാർപ്പൺ ചെയ്യാൻ സാധിക്കുമ്പോൾ അത്രത്തോളം എഫക്റ്റീവായിട്ട് നിനക്ക് ഇന്ന് ജോലി ചെയ്തു തീർക്കാൻ സാധിക്കും. വെപ്പൺ ഷാർപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ ഒരു മരംവെട്ടുകാരൻ്റെ ആറ്റിറ്റ്യൂഡും അവൻ്റെ പ്രവർത്തനമാണ്. ഒരു മഴു അവന് എത്രത്തോളം ഷാർപ്പൺ ചെയ്യുന്നു അത്രയും സിമ്പിളായിട്ട് അവൻ ആ ഒരു മരം വെട്ടി വീഴ്ത്താൻ സാധിക്കും. എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മളൊരു മരം വെട്ടുകാരാണ്, നമ്മൾ ചിന്തിച്ചു നോക്കിയത്, നമ്മൾ സ്ഥിരമായിട്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഒരു മരം വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊരിക്കലും അത് മുറിഞ്ഞു വീഴത്തില്ല. ബിക്കോസ് നമ്മൾ ഈ വെപ്പൺ, ഈ മഴു എന്ന് പറയുന്ന വെപ്പൺ ഇടയ്ക്ക് ഷാർപ്പൺ ചെയ്ത് കൊടുത്താലേ അത് പെട്ടെന്ന് മുറിഞ്ഞു വീഴത്തുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എഫോർട്ട് ഇടുന്നുണ്ട്, നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ നമ്മുടെ മഴുവിന് ഷാർപ്പ്നെസ് ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മരത്തിൻ്റെ വെട്ടുമ്പോൾ അവിടെ ചതയത്തേ ഉള്ളൂ, മുറിയത്തില്ല. എത്രത്തോളം നിങ്ങൾ ഷാർപ്പൺ ചെയ്യുന്നു നമുക്കറിയാം. നമ്മളൊരു മരംവെട്ടുകാരനെ കണ്ടറിയാൻ പറ്റും, അവൻ ഓരോ പ്രാവശ്യം ഒരു 10-20 പ്രാവശ്യം വെട്ടിയതിന് ശേഷം അവൻ്റെ മഴു അവൻ ഷാർപ്പൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം ഷാർപ്പൺ ചെയ്യുന്നു അത്രയും സിമ്പിളായിട്ട് കുറഞ്ഞ എഫോർട്ടിൽ തന്നെ ആ മരം വെട്ടിയിടുവാൻ ഒരു മരംവെട്ടുകാരന് സാധിക്കും. സെയിം തിങ് ഇവിടെ നിങ്ങളുടെ ബിസിനസ്, നമുക്കറിയാം നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് മനസ്സിലാകാത്ത വ്യക്തികളുടെ പല നെഗറ്റിവിറ്റികളും പല നിരുത്സാഹപ്പെടുത്തലും കേൾക്കുമ്പോൾ
കണ്ടിന്യൂ ആയിട്ട് ആൾക്കാരെ അപ്രോച്ച് വരുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് ലെവലും നമ്മളുടെ കപ്പാസിറ്റി എല്ലാം ഒന്ന് കുറഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് ഉടനടി തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് അറ്റൻഡ് ചെയ്യുക. വീണ്ടും ഫീൽഡിലേക്ക് ഇറങ്ങുക, വീണ്ടും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, വീണ്ടും ഫീൽഡിലേക്ക് ഇറങ്ങുക, വീണ്ടും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിയുമ്പോഴാണ് നിങ്ങൾ ഈ ബിസിനസ്സിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആകുന്നത്. അതുവരെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. സുഹൃത്തുക്കളൊന്ന് ഓർത്ത് വയ്ക്കുക, നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ അങ്ങനെയല്ലേ, ഭയങ്കര ബിസി അല്ലേ നമുക്കൊരു നിമിഷം ഇരിക്കാനോ ഒന്ന് പ്ലാൻ ചെയ്യാനോ നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാനോ വേണ്ടിയിട്ടുള്ള ഒരു ഷാർപ്പണിങ് നടക്കുന്നില്ല. ഒരു 10 മിനിറ്റ് പോലും നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും നമ്മൾ ഓരോ വ്യക്തികളും സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പൊട്ടൻഷ്യാലിറ്റി, നമ്മുടെ കഴിവ്, നമ്മുടെ സ്ട്രെങ്ത് ഇതെല്ലാം ഒന്ന് റിയലൈസ് ചെയ്യണമെങ്കിൽ, ഒന്ന് ഷാർപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും ലൈഫിൽ നിങ്ങൾ സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നേ സാധിക്കുള്ളൂ. റിയലൈസ് ചെയ്യുക, കഠിനാധ്വാനമല്ല സക്സസ് എന്ന് പറയുന്നത്. ആ കഠിനാധ്വാനത്തോടൊപ്പം തന്നെ നമ്മളുടെ വെപ്പൺസ് ഷാർപ്പൺ ചെയ്യുന്നതിലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നെ വിളിക്കുന്ന പല വ്യക്തികളും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, സാർ എത്ര നാൾ ഞങ്ങൾ ഈ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം, എത്ര നാൾ ഈ ബിസിനസ് പഠിക്കണം? ഞാൻ അവരോട് പറയാറുണ്ട്, അതായത് ഇത് നമ്മൾ ജീവിതകാലം മുഴുവൻ പ്രോസസ്സിംഗ് ആണ് പഠിക്കുക എന്നുള്ളത്. കാര്യം പുതിയ ടെക്നോളജികളും അപ്ഗ്രേഡേഷനുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ ആത്മാവിന് എത്രത്തോളം പ്രസക്തിയുണ്ടോ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് ട്രെയിനിങ്സ് എന്നുള്ളത്. പ്രോഗ്രാം ഓറിയൻറ്റഡ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാം ഓറിയൻറ്റഡ് ആണ്. നമ്മൾ അവിടേക്ക് എത്തിയതിന് ശേഷമാണ് ഫീൽഡ് അല്ലെങ്കിൽ മാർക്കറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി അവൻ്റെ അറിവില്ലായ്മ കൊണ്ടിട്ട് എനിക്കെല്ലാം മനസ്സിലായി, ഇനി എനിക്കെല്ലാം നടക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവന് വന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ അവരുടെ ബിസിനസ് ഓട്ടോമാറ്റിക്കലി സെയിൽസ് എല്ലാം താഴോട്ട് പോകുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഇന്ന് കാലഘട്ടം വളരെ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങളുടെ ഒരു സമയമാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു തെങ്ങ് വെട്ടാൻ അല്ലെങ്കിൽ ഒരു മാവ് വെട്ടാനായിട്ട് ഒരു മരം വെട്ടുകാരനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം എടുത്തുകൊണ്ടാണ് ആ ഒരു പ്രോസസ്സിങ് തീർക്കുന്നത്. ഇന്നത് മാറി, കാലഘട്ടം വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഒരു ദിവസം കൊണ്ട് 10 സെൻറ്റ് 50 സെൻറ്റ് അല്ലെങ്കിൽ 1 ഏക്കർ വരെ മരങ്ങൾ നിമിഷ സമയം കൊണ്ട് കട്ട് ചെയ്ത് അതിൻ്റെ കണക്കിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന മെഷീനറികൾ ഇന്ന് ലോകത്ത് വന്നു കഴിഞ്ഞു. അത്രയും ഫാസ്റ്റാണ് ഇന്ന് ലോകം. ഈ പറഞ്ഞ പോലെ ഈ ബിസിനസ്സിലും നമ്മൾ എത്രത്തോളം ബിസിനസ്സിനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്രത്തോളം മാസീവായിട്ടുള്ളൊരു അച്ചീവ്മെൻറ്റും സെയിൽസിലേക്കും നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. ഒരു പെർഫെക്റ്റ് ലീഡർ എന്ന് പറഞ്ഞാൽ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു പെർഫെക്റ്റ് ലീഡർ. ഒരു സക്സസ്ഫുൾ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടീമിൽ നിന്ന് എത്ര വ്യക്തികൾ അതേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു സക്സസ്ഫുൾ ലീഡറിൻ്റെ കടമ. സോ നമ്മളൊന്ന് റിയലൈസ് ചെയ്യുക, അച്ചീവർ ആകുക. ഇത്രയും വലിയൊരു അവസരം, അതായത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ഫ്യൂച്ചറിൽ അത്രയും ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരം നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. ഇനി ഒരു രൂപ പോലും നിങ്ങൾ മുടക്കേണ്ട കാര്യമില്ല. ബിസിനസ് ചെയ്താൽ മതി. മനസ്സിലാക്കുക, അച്ചീവർ ആകുക. എത്രയും പെട്ടെന്ന് നേട്ടങ്ങൾ നിങ്ങളെ തേടി വരട്ടെ. അതോടൊപ്പം നല്ല പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനുള്ള നല്ലൊരു അച്ചീവ്മെൻറ്റുകൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റിൽ നിന്ന് വിടവാങ്ങുകയാണ്. ദിസ് ഇസ് ജിനോ മാത്യു, UK, ലണ്ടൻ. താങ്ക് യു സോ മച്ച്.